ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നതെന്ന് കാണിക്കാം. പിന്നെ പലർക്കും പ്രഷർ കുക്കറിൽ ചോറ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നോട് രണ്ടുപേര് പറഞ്ഞു, എടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാനാ, നീ ഒന്ന് പ്രഷർ കുക്കറിലൊന്ന് ചോറ് വെച്ച് കാണിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിന്ന് പ്രഷർ കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ 2.5 ഗ്ലാസ് അരി, ചുമന്ന അരി, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ്, അതാണ് ഞാൻ വെക്കുന്നത്. അപ്പം അത് 2.5 ഗ്ലാസ് രാവിലെ ഞാൻ ഒരു 9 മണിയായപ്പം വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടിരുന്നു. ഇപ്പം മണി 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സമയം കുതിർന്നിരിക്കുവായിരുന്നു ഈ അരി. ഞാൻ നല്ലതായിട്ടൊരു 6 വെള്ളം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. അപ്പം ഇതിനകത്ത് കൊഴുപ്പും അഴുക്കും എല്ലാം മാറി. ഇനി നമുക്ക് ഇതിലേക്ക് ഇവിടം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ 2 മുട്ടിൻ്റെ ഭാഗം വരെ, ഈ 2 മുട്ടിൻ്റെ ആ ഭാഗം വരെ 1/4 ഭാഗം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിക്കാം. ഈ കുതിർക്കുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അരി വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് സമയം എടുക്കത്തില്ല, പെട്ടെന്ന് അരി വെന്ത് കിട്ടും, കൊഴുപ്പ് മാറി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അസുഖമൊക്കെ ഉള്ളവരല്ലേ, അപ്പം ഒത്തിരി കൊഴുപ്പില്ലാതെ കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി, ഈ മുട്ടിന് മേളിൽ നിൽക്കരുത് വെള്ളം. അപ്പം ഇവിടെ വരെ വെള്ളമാകാവൂ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലേ വരാവൂ. നമുക്ക് തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഫുൾ തീ കൊടുത്തിരിക്കുവാണ്. ഒന്ന് തിളയ്ക്കുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, ആ സമയത്ത് ഒന്ന് സിമ്മിലിടും. അപ്പം നമ്മുടെ ചോറ് ഇവിടെ തിളയ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു മിനിറ്റ് ഒന്ന് സിമ്മിലിടാം. അപ്പം നമ്മളൊരു 2 മിനിറ്റ് സിമ്മിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പം നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസിൽ വന്നിട്ട് നിർത്തി വയ്ക്കാം. അപ്പം പല കുക്കറിനും പല വേവാണ്. കുക്കറിൽ നമുക്കിപ്പം ചില പഴയ കുക്കറൊക്കെ ആണെങ്കിൽ 2-3 അടി അടിച്ചെങ്കിലേ വേവത്തുള്ളൂ. പുതിയ കുക്കറാണെങ്കിൽ ഒരടി അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നിർത്തി വെച്ച് ആ ആവി പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ. അപ്പോഴത്തേനും അത് വെന്തിരുന്നുള്ളൂ. അതിന് മുമ്പിട്ട് നമ്മൾ പൊക്കി ആവി കളയുകയോ അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചൊടിക്കുകയോ ചെയ്താൽ ചോറ് വേവത്തില്ല. അപ്പോൾ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം മാത്രം ഇത് തുറക്കുക. അപ്പോഴത്തേന് ചോറ് വെന്തിരിക്കും. പിന്നെ ഉപ്പിടേണ്ടവർക്ക് ഉപ്പിടാം. എനിക്ക് ഉപ്പിടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. അപ്പം നമുക്ക് ഒരു വിസിൽ വരട്ടെ, അതേവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കുക്കർ ഇവിടെ അടിക്കാൻ തുടങ്ങുവാണ്. ഒരടി കൂടെ അടിച്ചോട്ടെ. ഒറ്റ അടിയുടെ ആവശ്യമേ ഉള്ളൂ, നമ്മൾ അരി കുതിർത്ത് വെച്ചതുകൊണ്ട്. അപ്പം ഇനി തീ ഓഫ് ചെയ്ത് ഇനി ഈ ആവി കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചോറിൻ്റെ ആവിയെല്ലാം ഇവിടെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചോറെല്ലാം ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിൽ വെള്ളം കുറവാണ്. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുവാണ്. ആ വെള്ളം എടുത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പം ഇതിൻ്റെ കൊഴുപ്പെല്ലാം അങ്ങ് മാറും. ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ച് കാണിക്കാം. ഇപ്പം അരി ഇച്ചിരി കൂടിപ്പോയി, 2.5 ഗ്ലാസ്സാണ് ഞാൻ ഇട്ടത്. നല്ലതായിട്ട് വെന്ത് ഒന്നും ഉടയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വാർത്ത് കാണിക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് പോയിട്ടില്ല, നല്ല പയറ് പോലെ ഇരിക്കുവാണ്, കണ്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണല്ലോ, അപ്പം തവിട് ചെല്ലുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ അരിക്കകത്ത് നല്ല തവിടൊന്നും ഇല്ല. അവർ പല വിഷങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ എത്രയും കഴുകി കളയുന്നോ അതാണ് നല്ലത്. അതിനാണ് ഞാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പിട്ട് അരി 2 കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കും. എന്നിട്ട്
നമുക്ക് എപ്പോഴാണ് ചോറ് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പേ ഈ അരി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ മാറ്റി വെക്കണം. ഇതിപ്പം 2 വിസിൽ ഞാൻ അടുപ്പിച്ചു. പുതിയ കുക്കറാണെങ്കിൽ ഒരു വിസിൽ മതി. അതുപോലെ തന്നെ സുലേഖ അരിയൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ മതി. ഓരോ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും. അപ്പം ഇതിന് നമ്മൾ 2 വിസിലായിരുന്നു അടിച്ചത്. അപ്പോൾ ചോറൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്ത് ഇവിടെ പയറ് പോലെ നല്ലതായിട്ട് ഉടയാതെ ഇരിക്കുവാണ്. ഇനി ഇതിനകത്ത് ഊറ്റിയ വെള്ളം ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ? അപ്പം ഇതാ ഇങ്ങനെ നല്ല തെളിയായിട്ടിരിക്കും കണ്ടോ. മറ്റേന്ന് വെച്ചാൽ അങ്ങ് കൊഴുപ്പ് കെട്ടിയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് ഈ ചോറ് വയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ ചോറ് ഒരുമാതിരി കൊഴുകൊഴാന്നിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് നമ്മൾ കലത്തിൽ അടുപ്പയിൽ എങ്ങനെ വിറവ് വെച്ച് തീ കത്തിച്ച് ചോറുണ്ടാക്കുന്ന അതുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ കഞ്ഞിവെള്ളം ഇതുപോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു ഗുണവും കൂടെ ഉണ്ട്. നമുക്ക് ഈ ചോറ് നമ്മൾ ഈ അരിപ്പപാത്രത്തിൽ നിന്നെടുത്ത് വീണ്ടും നമ്മൾ ഈ കുക്കറിലേക്ക് ഇടണം. ഞാൻ ഈ കുക്കറിലേക്ക് ഇടും. ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഒരു ശകലം വെള്ളം ഒഴിക്കും. ഒരു തവി വെച്ച് ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്നും കൂടെ ആവി വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് പിറ്റേ ദിവസം വരെ ഈ പ്രഷർ കുക്കറിൽ വയ്ക്കുന്ന ചോറ് ചീത്തയാവത്തില്ല. ഒരു ഫ്രിഡ്ജിലും വെക്കണ്ട. ഞാൻ അതുകൂടെ കാണിച്ചു തരാം നിങ്ങൾ. നമ്മുടെ ചോറ് വീണ്ടും ആ കുക്കറിൽ ഞാൻ ഇട്ടു. വെള്ളമെല്ലാം തോർന്ന് കഴിഞ്ഞതിന് ശേഷം ഇട്ടു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി ഒഴിക്കണം. എന്നിട്ട് ഒരല്പ വെള്ളം ഇത്രയും വെള്ളം മതി. ഇത് ഇത്ര ഒഴിച്ച് കഴിഞ്ഞ് അതുകൊണ്ട് ഈ കുഞ്ഞു കപ്പിൽ ഒരു ശകലം വെള്ളം അത്ര ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീ കൊടുക്കണം. ഇപ്പം തീ കൊടുത്തേക്കുവാണേ. ഇനി അടച്ച് വെക്കണം. ഇപ്പം നമ്മൾ തീ കൊടുത്തു, അടച്ചു. വെയിറ്റ് ഇട്ടിട്ടില്ല. വെയിറ്റ് ഇടരുത്. വെയിറ്റ് ഇടാതെ കണ്ട് ഇതിലേക്കൂടെ നല്ലതായിട്ട് ആവി വരും. ആ ആവി വരുന്ന സമയത്ത് നമ്മൾ ഈ വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. വെയിറ്റ് ഇട്ട് കൊടുത്ത് അപ്പോഴേ തീ ഓഫ് ചെയ്തോണം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ ഇപ്പം നല്ലതായിട്ട് ആവി വന്നു. നിങ്ങൾക്ക് കാണാമോ? നല്ലതായിട്ട് ഇതുവഴി ആവി വന്നു. ആ നല്ലതായിട്ട് ഇങ്ങനെ ആവി വരുന്ന സമയത്ത് നമ്മൾ നല്ലതായിട്ട് ആവി വരണം. കണ്ടല്ലോ? ആ സമയത്ത് നമ്മൾ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കണം. ഇനി തീ ഓഫ് ചെയ്തേക്കണം. ഈ ചോറ് നമ്മൾ നാളെ രാവിലെ ഒരു 10 മണി വരെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഫ്രിഡ്ജ് കാണത്തില്ല. അപ്പം അവർ ചോറ് വെച്ചിട്ട് പോയാൽ അത് വളിച്ചു പോകുമല്ലോ. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു 10 മണി വരെ ഈ ചോറിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഇന്ന് വിളമ്പി കഴിച്ചേച്ച് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. യാതൊരു കുഴപ്പം ഉണ്ടാവത്തില്ല. പിറ്റേന്ന് നിങ്ങൾ 10 മണിക്കോ വല്ല എഴുന്നേൽക്കുന്ന സമയത്ത് ആ ചോറ് എടുത്തുനിന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വീണ്ടും ഈ കുക്കറിലിട്ട് ഇതുപോലൊന്ന് ആവി കയറ്റിയാൽ മതി. ഒരു പ്രശ്നവും വരത്തില്ല. ഇങ്ങനെ നിങ്ങൾ ചോറൊന്ന് വെച്ച് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെച്ച് നോക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ ഞാനിനി നമ്മുടെ ആ കഞ്ഞിവെള്ളം ഒന്ന് കുടിക്കട്ടെ. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളമേ ഇത് കണ്ടോ? ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളല്ലാതെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്താൽ കൊഴുകൊഴാന്നിരിക്കും. അപ്പോഴത്തേക്കിന് നമുക്ക് ആ ചോറും അതുപോലെ തന്നെ കട്ട പിടിച്ച് പിന്നെ വെള്ളം പിടിച്ചിരിക്കും. അതിനാണ് ഇതുപോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ തലേന്നേ അല്ലെങ്കിൽ എടുക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പിട്ട് അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ചോറ് വെച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളവും കുടിക്കാം, നല്ല ചോറും കിട്ടും. അപ്പം പിന്നെ ഇനി ചോറ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ്. അപ്പം ഇങ്ങനെ കുതിർത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം. വീണ്ടും നമുക്ക് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.